ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇഫ്താർ സ്പെഷ്യൽ ഉന്നക്കായാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ 2 ഇടത്തരം പഴുത്ത ഏത്തക്ക എടുത്തിട്ടുണ്ട്. അത് രണ്ടായി കട്ട് ചെയ്തതിന് ശേഷം അകത്തെ കറുത്ത സീഡും നാരും എടുത്ത് മാറ്റി ഇനി ഇതൊരു 5-6 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ മാറ്റി വെക്കാം. ഉന്നക്കായുടെ ഫില്ലിങ്ങിനായിട്ട് നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കാഷ്യൂവും കിസ്മിസും ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ചേർക്കാം. ഇത് മൂന്നും ഒന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കും കുറച്ച് പഞ്ചസാര ചേർക്കാം. നമ്മുടെ ആവശ്യം അനുസരിച്ച് മധുരം അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിലേക്ക് ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അവസാനമായിട്ട് കുറച്ച് ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചത് ചേർക്കാം. സ്റ്റീം ചെയ്ത പഴം തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം. ഇവിടെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കയ്യിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം സ്മാഷ് ചെയ്ത പഴത്തിൽ നിന്ന് കുറച്ചെടുത്ത് പരത്തി നമ്മുടെ ഫില്ലിങ് അതിൽ വെച്ചൊന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്ത് ഇത് ഉന്നക്കായുടെ ഷേപ്പിലാക്കിയെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി ഉന്നക്കായ റോൾ ചെയ്തെടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിൽ നമുക്ക് ഉന്നക്കായ ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുത്ത് എല്ലാ സൈഡും ഒരേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ പെർഫെക്റ്റ് മലബാർ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പിയാണ്. വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇതിൽ നിന്ന് എഗ്ഗ് ഒഴിവാക്കിയിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഉന്നക്കായ പ്രിപ്പയർ ചെയ്യാം. വളരെ സ്വീറ്റ് ഡിഷാണ്. ഇവിടെ ഞാൻ 2 ഏത്തക്ക എടുത്തപ്പോൾ അതിൽ നിന്ന് എനിക്ക് 4 ഉന്നക്കായ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ഏത്തപ്പഴത്തിൻ്റെ എണ്ണം കൂട്ടാം. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ കാണും വരെ ബൈ.